ഹലോ, ഇന്ന് പുതിയൊരു വീഡിയോയിൽ ഞങ്ങളൊരു ട്രിപ്പ് പോയൊരു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ എറണാകുളം ജില്ലയിൽ മലയാറ്റൂരിൻ്റെ വഴിയിലൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ മഹാഗണിത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ മാത്രം നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക്, മഹാഗണിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളൊരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അധികം ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല. അധികം ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ സൺഡേ ആയിരുന്നു, പക്ഷേ അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് പേർക്ക് മാത്രം ഇങ്ങനെ ഒരു സ്പോട്ടിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വന്നിട്ടുള്ള ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നിറയെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. വെക്കേഷൻ ആകുമ്പോൾ എന്തായാലും കുട്ടികളൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു 2-3 ഡേയ്സ് ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കായിട്ട് ചിക്കൻ ബോക്സ് ആയിരുന്നു. ഒരാൾക്ക് വന്ന് അടുത്ത ആൾക്ക് വന്ന് അങ്ങനെ ഒരു 2-3-4 പേർക്ക് വന്ന് മാറിയതിന് ശേഷം ഇപ്പോഴത്തേനും സ്കൂൾ തുറന്നു. പിന്നെ നമുക്കങ്ങനെ പോകാനായിട്ട് എങ്ങോട്ടും പോകാനായിട്ട് പറ്റിയില്ല. അപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് വൺ ഡേ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്തത്. അത് നമുക്കറിയണ്ടായിരുന്നില്ല. ചേട്ടനാണ് നമ്മളോട് ഇങ്ങനൊരു സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ അത്ര അടിപൊളി സ്ഥലമായിരുന്നു. ഇപ്പം നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, അത്ര ഇതായിരുന്നു. പിന്നെ മഹാഗണിത്തോട്ടം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നിറയെ മഹാഗണി മരങ്ങളായിരുന്നു. നിറയെ വെച്ചാൽ അവിടെ ഉള്ളത് ഓൾമോസ്റ്റ് മഹാഗണി മരങ്ങളായിരുന്നു. ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു 10 മിനിറ്റ്സ് നമുക്ക് നടന്നാലാണ് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് നടന്നു. പിന്നെ ആന ഇറങ്ങുന്ന മേഖലയാണ്. പക്ഷേ നമുക്കൊരു 8:30 to 5 വരെയൊക്കെയാണ് നമുക്കവിടെ പ്രവേശനമല്ല. 5 ആകുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും തിരിച്ച് വിടും. അപ്പോൾ 8:30 മുതൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ആനേനൊന്നും കണ്ടില്ല കേട്ടോ. നമ്മളാകെ ജസ്റ്റ് കുരങ്ങന്മാരെയും അതുപോലെ തന്നെ മലയണ്ണാൻ, പിന്നെ കാട്ടുകോഴി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മൾ കണ്ടുള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടായില്ല. കാരണം നല്ല വഴികളൊക്കെ നല്ലതായിരുന്നു. നല്ല നല്ല കാണാനായിട്ട് നമുക്ക് അത്രയധികം കാര്യങ്ങളുണ്ടായിരുന്നു പോകുമ്പോഴും. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അത്ര ചിൽ മൂഡിലായിരിക്കും നമ്മൾ പോകണ്ടായിരിക്കുക. പിന്നെ ഈ ഒരു സ്റ്റെപ്പും കൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ഗാർഡ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്തേക്കാണ്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയും നല്ല സ്ഥലമായിരുന്നു. അവിടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ പോയപ്പോൾ സൺഡേ ആയിരുന്നു, ഈവനിങ് ഒരു ടൈമായിരുന്നു. പക്ഷെ അവിടെ അത്രയധികം ആൾക്കാരുണ്ടായിരുന്നില്ല. കുറച്ച് പേര്, നമ്മളുടെ പ്രൈവസിനൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമുക്കവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ലൈൻ അവിടെ കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് കടക്കാനായിട്ട് പറ്റില്ല. അതിനപ്പുറം കുറച്ച് പെട്ടെന്ന് അപകടം പിടിച്ചിട്ടുള്ള ഒരു മേഖലയായിരുന്നു. നമുക്ക് അപ്പുറത്തേക്കൊന്നും കിടക്കാനായിട്ട് പറ്റില്ല. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നിൽക്കാൻ പറ്റുന്ന. ഓൾമോസ്റ്റ് നമ്മുടെ കാലിൻ്റെ കുറച്ച് മുകളിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കൂടി വരും. അത്ര നല്ല സ്പോട്ടായിരുന്നു. നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആസ്വദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് പെരിയാറിൻ്റെ കൈവഴിയായിട്ട് ഒഴുകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഇപ്പം നമ്മൾ പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് വഴി വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുന്നത് കേട്ടോ. നിറയെ മരങ്ങളും അതുപോലെ തന്നെ ആകാശമൊക്കെ നമ്മൾ തൊട്ടടുത്ത് കാണുന്ന പോലെ തോന്നും. വിമാനം ഇപ്പം എയർപോർട്ട് അതിൻ്റെ അടുത്തായതുകൊണ്ട് വിമാനമൊക്കെ പോകുമ്പോൾ നമ്മളുടെ അടുത്ത് കൂടെ പോകുന്ന ഒരു ഫീലാണ്. അത്രയും ദൂരത്ത് അത്ര അടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നേ. പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ അപ്പുറത്ത് കൂടെ നമുക്ക് വട്ടം ചുറ്റി പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൻ്റെ ഇതിന് വട്ടം ചുറ്റിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ പോയെന്ന് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ കുറച്ച് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് കടത്തി വിട്ടിരുന്നില്ല. പിന്നെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ കാലിതാ ഇത്രയും ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ അങ്ങോട്ട് മാറുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഉണ്ടാവും. പിന്നെ നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഒരഴുക്കും
ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഇത്രയും തെളിഞ്ഞ വെള്ളം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അത്രയും നല്ലതായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കയറി. അവിടെ കയറിയപ്പോൾ നമുക്ക് ഒറ്റ ഒരു സ്പോട്ട്, അവർ സൺഡേസൊക്കെയാണ് കൂടുതൽ ഓപ്പൺ ചെയ്യാന്നാണ് പറഞ്ഞത്. സർബത്ത്, കോളിഫ്ലവർ, അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അവിടെ നിന്ന സ്ഥലമാണ്. പിന്നെ ബാത്റൂം ഉണ്ട്, 2-3 സ്ഥലത്ത് ബാത്റൂം ഉണ്ട്. അത്രയും അടിപൊളിയായിരുന്നു അവരത് നോക്കിയിരുന്നത്. അത്ര നല്ലതായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ ചെയ്തത് ഇതാണ് കേട്ടോ, അതിൻ്റെ ഓഫീസ്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വന്നത് കേട്ടോ. സ്ഥലം ഇല്ലിത്തോടാണ്, മലയാറ്റൂരിൻ്റെ അടുത്ത്. നല്ല അടിപൊളി വഴികളായിരുന്നു, നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ വഴികളായിരുന്നു. പിന്നെ പുഴയുടെ സൈഡാണ്. നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് എല്ലായിടത്തും ബോർഡും വെച്ചിട്ടുണ്ട്, അതും കൂടെ